ബിഗ് ബോസ് മലയാളം സീസൺ 6മായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളിൽ ഒന്നായിരുന്നു സായി കൃഷ്ണയെ ജാസ്മിൻ ജാഫറിൻ്റെ പിതാവ് ഫോണിൽ ബന്ധപ്പെട്ടും ഗബ്രിയെ തെറിവിളിച്ചതും. ഈ ഫോൺ കോളിൻ്റെ ചില ഭാഗങ്ങൾ അടുത്തിടെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ സായി കൃഷ്ണ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് വി എന്ന യൂട്യൂബർ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഞാൻ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. നമുക്ക് PR ഒന്നുമില്ല, ലക്ഷങ്ങളുമില്ല, അതിനായി ഒരു 1000 രൂപ പോലും എവിടെയും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളൊക്കെ പിടിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. പുറകിൽ നിന്ന് കുത്തില്ലെന്ന് ഉറപ്പുള്ളവരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. വി കൃത്യമായി ജാസ്മിനെ PR ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. പലരും ചോദിച്ചിരുന്നു അവനെ ആഡ് ചെയ്യണമോ എന്ന്. അവനെ ഞാൻ ഒരു സുഹൃത്തായിട്ടാണ് കണ്ടത്, അതുകൊണ്ടാണ് അദ്ദേഹം ഗ്രൂപ്പിൽ വന്നതെന്നും സായി വ്യക്തമാക്കുന്നു. ഞാനും ജാസ്മിൻ്റെ പിതാവ് ജാഫർക്കയും തമ്മിലുള്ള ഫോൺ കോളിൻ്റെ തുടക്കം വരുന്നത് വിയിലൂടെയാണ്. വിയാണ് ജാഫർക്കയെ വിളിച്ച് സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടെന്നും അവനോട് കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറയുന്നത്. ജാഫർക്ക ഒരിക്കലും ഞങ്ങളെ വിളിക്കാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് ജാഫർക്കയോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ദിയ സന ചേച്ചിയോട് വ്യക്തമാക്കിയതാണ്. ഫോൺ കോളിൻ്റെ മുഴുവൻ റെക്കോർഡും പുറത്തു വന്നാൽ അത് വ്യക്തമാകും. ജാഫർക്കയെ നിരന്തരം പരിശ്രമത്തിന് ഒടുവിൽ അവർ കൺവിൻസ് ചെയ്തു. ദിയ ചേച്ചിയുടെ നമ്പറിൽ നിന്ന് വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഫോൺ വിളിച്ചത്. വി കോൾ റെക്കോർഡ് ചെയ്യുമെന്ന് നിരന്തരം ഞാൻ പറയുന്നുണ്ടായിരുന്നു. അവൻ അത് ചെയ്യുകയും ചെയ്തു. എന്തായാലും ജാഫർക്ക എന്നോട് സംസാരിച്ചു. ഗബ്രിയെ കുറേ ചീത്തയും പറയുന്നുണ്ട്. ഒരു പിതാവ് എന്ന നിലയിൽ നിങ്ങൾ പറയുന്നതിനെ മാനിക്കുന്നു. ഞാൻ എൻ്റെ ഗെയിം കളിച്ചോളാമെന്നായിരുന്നു എൻ്റെ മറുപടി. ആ ഫോൺ വെച്ചതിന് ശേഷം ദിയ ചേച്ചി വീണ്ടും വിളിച്ചിരുന്നു. അങ്ങേര് അങ്ങനെ പലതും പറയുമെങ്കിലും എനിക്ക് എൻ്റേതായ നിലപാടുണ്ട്. അത് ഞാൻ ചെയ്യുമെന്നാണ് അപ്പോഴും പറഞ്ഞത്. ജാസ്മിൻ ജാഫറിനെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയുന്ന വ്യക്തിയാണ് ഞാൻ. അവളുടെ ഉപ്പ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അവളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചത്. ഗബ്രിയിൽ നിന്നും മാറിയാൽ ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതൊരു ഗെയിം പ്ലാൻ അവൾക്ക് ഹെൽപ്പുമായിരുന്നു. ഇപ്പോൾ നിന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് നിനക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകില്ല. പുറത്ത് എത്തുമ്പോൾ അറിയുകയും നീ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുമെന്നും ഞാൻ പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. അവൾ വന്ന് കരഞ്ഞ് കെട്ടിപ്പിടിച്ചെന്നും സായി കൂട്ടിച്ചേർത്തു.